കഥകളിയുടെ ജന്മനാട്, ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ചരിത്രസ്ഥാനം. ലോകപ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം പ്രാധാന്യമേറെയാണ് കൊട്ടാരക്കരയ്ക്ക്. കൊട്ടാരം അക്കരെ എന്നത് ലോപിച്ചാണ് കൊട്ടാരക്കര ആയതെന്ന് പഴയ രേഖകൾ. അക്കരെ നിന്ന വികസനത്തെ ഇക്കരയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ നാടിൻ്റെ ഇന്നത്തെ ചരിത്രം. അടിസ്ഥാന വികസനവും ഭാവിയുടെ പുതുസാധ്യതകളും ഒന്നിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത ജനപ്രതിനിധിയെ ശ്രീ KN ബാലഗോപാലിനെ ഈ നാടിന് ലഭിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയുടെ ജനവിധി അദ്ദേഹത്തെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എന്ന വലിയ ചുമതലയിലേക്ക് കൂടിയുള്ള തെരഞ്ഞെടുപ്പായി. ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കൊട്ടാരക്കരയിൽ നിന്ന് ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ധനകാര്യമന്ത്രിയാകുന്നത്. KN ബാലഗോപാൽ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയായ C. അച്യുതമേനോൻ, വിവിധ മന്ത്രിസഭകളിൽ വ്യത്യസ്തങ്ങളായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത R. ബാലകൃഷ്ണപിള്ള എന്നീ നേതാക്കൾക്ക് ശേഷം KN ബാലഗോപാലിലൂടെ കൊട്ടാരക്കരയ്ക്ക് വീണ്ടും മന്ത്രിസഭയിൽ സുപ്രധാന പ്രാതിനിധ്യമാണ് ലഭിച്ചത്. കൊട്ടാരക്കരയ്ക്ക് പുതിയ പദ്ധതികളും പുതിയ ആശയങ്ങളുമായി വികസന സ്വപ്നങ്ങളെ KN ബാലഗോപാൽ നയിക്കുകയാണ്. 4 നൂറ്റാണ്ടിന് ശേഷമുള്ള കൊട്ടാരക്കര എന്താകണമെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. കൊട്ടാരക്കരയിലെ യുവതയ്ക്ക് പഠിക്കാനും തൊഴിലെടുക്കാനുമുള്ള ലോകോത്തരമായ അവസരങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കാമെന്ന്, അതിനായി ഒന്നിച്ച് പരിശ്രമിക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാമെന്ന്, റോഡുകളുടെ വേഗത കൂട്ടാമെന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. 5 വർഷം MLA എന്ന നിലയിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ചെയ്തത് എന്താണ്? പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ, നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവോ? നമുക്ക് പരിശോധിക്കാം. ഈ തുക നമുക്ക് ഓർത്തുവയ്ക്കാം. 1350. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് ചെലവായ തുകയാണത്. 1350 കോടി രൂപ. കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനത്തിനുള്ള നിരവധി പദ്ധതികൾക്കായി ചെലവായ 1350 കോടി രൂപ. 60 വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരക്കരയിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതും സർക്കാർ മേഖലയിൽ ഒരു കോളേജ് കൊണ്ടുവരാൻ KN ബാലഗോപാലിന് കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ 2022 പ്രവർത്തനം ആരംഭിച്ച കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഈ IHRD ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 5 ബിരുദ കോഴ്സുകളാണുള്ളത്. BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ് തുടങ്ങിയ കാലോചിതവും തൊഴിൽ സാധ്യതയുമുള്ള 5 കോഴ്സുകളാണുള്ളത്. നഴ്സിംഗിൽ വിദേശത്തും സ്വദേശത്തുമായി ധാരാളം കൊട്ടാരക്കരക്കാരുണ്ട്. ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. MG യൂണിവേഴ്സിറ്റിയുടെ അധീനതയിലുള്ള കൊട്ടാരക്കര CPAS നഴ്സിംഗ് കോളേജിൽ 40 സീറ്റുകളുള്ള BSc നഴ്സിംഗ് ബാച്ചാണ് ആരംഭിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര മണ്ഡലത്തിലെ സുപ്രധാനമായ പ്രദേശമാണ് വെളിയം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ITIക്ക് സ്വന്തമായ ഒരു കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 14.3 കോടി രൂപയിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടം സംസ്ഥാനത്ത് ഒരു ITIക്ക് നിർമ്മിക്കുന്ന ഏറ്റവും ചെലവേറിയ കെട്ടിടമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്കൊപ്പം മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വന്ന മാറ്റങ്ങൾ വിസ്മയകരമാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാൻ KN ബാലഗോപാൽ പ്രത്യേകം ശ്രദ്ധിച്ചു. 5 വർഷ കാലയളവിനുള്ളിൽ പൂർത്തിയായത് 20 സ്കൂൾ കെട്ടിടങ്ങളാണ്. ലാംഗ്വേജ് ലാബാണ് മറ്റൊരു വിപ്ലവം.
കൊട്ടാരക്കരയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനായി ലാംഗ്വേജ് ലാബുകൾ സ്ഥാപിച്ചു. 6 സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച ലാംഗ്വേജ് ലാബുകളിലൂടെ വിപ്ലവകരമായ മാറ്റമാണ് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ നിലവാരത്തിലുണ്ടായത്. Let's start the game. Before we start the game, let's welcome our participant, Rishika. Tell us a bit about yourself and we will start. I'm Rishika. I'm studying in 10th standard and I participate in talk show conducted by the Language Lab. കൊട്ടാരക്കരയിലെ സ്കൂളുകൾക്കുണ്ടായിട്ടുള്ള മാറ്റം വളരെ ശ്രദ്ധേയമാണ്. 22 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, 9 കോടി മുതൽ താഴോട്ട് ഉള്ള പല തുകകൾക്കുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുമതിലുകളും അനുബന്ധമായ സൗകര്യങ്ങളും ഉൾപ്പെടെ ഏകദേശം 30ഓളം സ്ഥലങ്ങളിൽ നിർമ്മിതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നടപ്പിലാക്കാനുള്ള അനുവാദം കൊടുത്ത പദ്ധതികൾ, ബഡ്ജറ്റിൽ പറഞ്ഞ പദ്ധതികൾ ഇതിന് പുറമെയാണ് വരിക. ഏകദേശം 75 കോടിയോളം രൂപയുടെ ചെലവ് ഈ മേഖലയെ മാത്രം വരും. കൊട്ടാരക്കര മണ്ഡലത്തിലെ SSLC +2 വിജയികളെ ആദരിക്കുന്നതിനായി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിംഗ് മാതൃകാപരമായി. ഓരോ വർഷവും 1500-ലധികം കുട്ടികൾക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ്, സന്തോഷ് ജോർജ് കുളങ്ങര, ഗോപിനാഥ് മുതുകാട്, MB രാജേഷ് തുടങ്ങിയവർ ഈ ചടങ്ങുകളിൽ മുഖ്യ അതിഥികളായി വിദ്യാർത്ഥികളോട് സംവദിക്കുകയും ഭാവിയുടെ സാധ്യതകൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. കൊട്ടാരക്കരയുടെ 5 പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമായ കൊട്ടാരക്കര ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. 300 കോടി രൂപ ചെലവിലാണ് 2.78 കിലോമീറ്റർ നീളവും 23 മീറ്റർ വീതിയുമുള്ള കൊട്ടാരക്കര ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ബൈപ്പാസിന്റെ അലൈൻമെന്റ് പൂർണ്ണമായും അംഗീകരിച്ചു. നാടിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ഇതിനകം പുറത്തിറങ്ങി. ഭൂമി വിട്ടു നൽകുന്നവർക്കുള്ള നഷ്ടപരിഹാരം നൽകി തുടങ്ങുകയാണ്. 2028 മുമ്പായി കൊട്ടാരക്കര ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബിയിൽ നിന്ന് 110.36 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കര MC റോഡിൽ കരിക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്തു നിന്നും ആരംഭിച്ച് മൈലം വില്ലേജ് ഓഫീസിന് സമീപം എത്തിച്ചേരും വിധമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ്. കൊട്ടാരക്കരയുടെ ആരോഗ്യ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ 5 വർഷങ്ങൾ കൊണ്ട് സാധിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 100 കോടിയിലധികം രൂപയുടെ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും വന്നു കഴിഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി വികസനത്തിന് കിഫ്ബിയിൽ നിന്നും 66 കോടി. താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ 1.19 കോടി. താലൂക്ക് ആശുപത്രിയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് 4.15 കോടി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജിക്കൽ ICUവിൽ ഓഡിയോഗ്രാം സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം. ഡയാലിസിസ് മെഷീൻ, ബ്ലഡ് സെപ്പറേഷൻ യൂണിറ്റുകൾക്ക് 45 ലക്ഷം. താലൂക്ക് ആശുപത്രി വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് 2.19 കോടി. കുളക്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് 4 കോടി. നെടുമൺകാവ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് 2 കോടി. മൈലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി. ഉമ്മന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി. താമരക്കുടി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 1.5 കോടി. നെടുവത്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി. കുളക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുന്നതിന് 37.5 ലക്ഷം. ആധുനിക ഇന്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി കൊട്ടാരക്കരയിലും. ആയുർവേദം, യൂനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നീ ചികിത്സാ രീതികളുള്ള സംയോജിത ആയുഷ് ആശുപത്രി 10.5 കോടി രൂപ ചെലവിൽ കൊട്ടാരക്കരയിൽ ഉയരുകയാണ്. നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. 30 കിടക്കകളുള്ള ആശുപത്രിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊട്ടാരക്കര നെടുവത്തൂർ കുടിവെള്ള പദ്ധതിക്ക് KN ബാലഗോപാലിന്റെ മുൻകൈയിൽ അനുവദിച്ചത് 170 കോടി രൂപയാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെയും നെടുവത്തൂർ പഞ്ചായത്തിലെയും 17,000 കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന ഈ ബൃഹത് പദ്ധതി
സംസ്ഥാനത്തെ തന്നെ എണ്ണപ്പെട്ട കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ്. നെടുവത്തൂർ ഉഗ്രൻകുന്നിലുള്ള 25 സെന്റ് ഭൂമിയിലാണ് 18 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത്. കൊട്ടാരക്കരയിൽ നടപ്പിലാക്കപ്പെടുന്ന ഈ ബൃഹത് പദ്ധതി പൂർത്തിയാകുന്നതോടെ നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. കൊട്ടാരക്കരയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു. ഉമ്മന്നൂർ പഞ്ചായത്തിലെ കൊടുവന്നൂർക്കോണം, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ പടിഞ്ഞാറ്റിൻകര, കുളക്കട പഞ്ചായത്തിലെ പാറയിടുക്ക് നഗർ, നെടുവത്തൂർ പഞ്ചായത്തിലെ കുറുമ്പാലൂർ പൂങ്ങോട്ട് സങ്കേതം, കരീപ്ര പഞ്ചായത്തിലെ പൈറ്റിച്ചേരി നഗർ എന്നിവിടങ്ങളിൽ അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി. കൊട്ടാരക്കര മണ്ഡലത്തിലെ പാടശേഖരങ്ങളുടെയും ഏലാകളുടെയും സമഗ്ര വികസനത്തിനായി 5.85 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. തലവൂർക്കോണം, കുന്നിൻവട്ടം, മടന്തക്കോട്, വാക്കനാട് എന്നീ ഏലാകളുടെ സമഗ്ര വികസനത്തിനായി 5.85 കോടി രൂപ അനുവദിച്ചു. 2026-27 ബജറ്റിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ വിവിധ പാടശേഖരങ്ങളുടെയും ഏലാകളുടെയും വികസനത്തിനായി 5 കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ പിന്നെ ഇവിടെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ വന്ന് നെല്ല് ഒരുപാട് പിന്നെ വെള്ളം കയറിയൊക്കെ പോകുമായിരുന്നു. ഞങ്ങളുടെ നിരന്തരം പരാതി ഞങ്ങളുടെ ഏലയുടെ രക്ഷാധികാരിയും കൊട്ടാരക്കരയുടെ പ്രിയ MLAയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ അദ്ദേഹത്തിന് പരാതി കൊടുക്കുകയും അദ്ദേഹം ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് 1,86,00,000 രൂപ തന്ന് ഇവിടെ തോടിൻ്റെ സൈഡുകൾ കട്ടി, വിവിധ ട്രാക്ടർ പാസേജുകൾ, തടയണകൾ ഇങ്ങനെയൊക്കെ ഇതിന് അനുവദിക്കുകയും ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം ഇപ്പം തീർന്ന അടുത്ത ഘട്ടം അങ്ങോട്ട് ആകാൻ പോവുക. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് തളവൂർക്കോണം എന്ന് പറയുന്ന തലക്കുളം, ഈ ഏലായിക്ക് ഒരു തലക്കുളം ഉണ്ടാക്കി തന്നു. അതുപോലെ ഈ പഞ്ചായത്തിലെ 4-5 പാടശേഖരത്തുണ്ട്, അവിടെ എല്ലാം ഇതേപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. 2021 MLA ആയി ചുമതലയേറ്റ KN ബാലഗോപാൽ കൊട്ടാരക്കരയിലെ യുവജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം. ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുന്നു. മണ്ഡലത്തിലെ 5 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. കുളക്കട പഞ്ചായത്തിലെ താഴത്ത് കുളക്കട സ്റ്റേഡിയം, കരീപ്ര പഞ്ചായത്തിലെ കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം, വെളിയം പഞ്ചായത്തിലെ കുടവട്ടൂർ സ്റ്റേഡിയം, ഉമ്മന്നൂർ പഞ്ചായത്തിലെ നെല്ലിക്കുന്നം സ്റ്റേഡിയം, നെടുവത്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയം, മൈലം പഞ്ചായത്തിലെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെയും സ്റ്റേഡിയം നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. എഴുകോൺ പഞ്ചായത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കുന്നു. കൊട്ടാരക്കര കേരളത്തിലെ ഏറ്റവും കൂടുതൽ KSRTC ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേഷനാണ്. R. ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായി പ്രവർത്തിച്ച കാലത്ത് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റേഷന്റെ പ്രാധാന്യം പല മടങ്ങ് വർദ്ധിപ്പിച്ചു. തെക്കൻ കേരളത്തിന്റെ KSRTC ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെട്ട കൊട്ടാരക്കര സ്റ്റേഷന്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ഇണങ്ങും വിധം പുതിയ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങുകയാണ്. 18 കോടി രൂപ ചെലവിലാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയ KSRTC ബസ് സ്റ്റാൻഡ് ഒരുങ്ങുന്നത്. പുതിയ ഓഫീസ് കെട്ടിടം, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, കൊമേഴ്സ്യൽ സ്പേസുകൾ, ആധുനിക ബസ് ബേകൾ തുടങ്ങി കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് അടിമുടി മാറുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് താമസിക്കാനും വിശ്രമിക്കാനും ശുചിമുറി സൗകര്യങ്ങൾ ഉപയോഗിക്കാനുമായി 12 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ KN ബാലഗോപാൽ കൊണ്ടുവന്നു. 2025 സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പിൽഗ്രിം സെന്ററിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിനായി ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്ഥലം ദേവസ്വം ബോർഡ് കൈമാറിക്കഴിഞ്ഞു. കൊട്ടാരക്കരയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ കേന്ദ്രമാക്കി മാറ്റും എന്ന വാഗ്ദാനം 2021 KN ബാലഗോപാൽ നൽകിയിരുന്നു.
സർക്കാർ ജോലികളും കൃഷിയും ചെറുകിട വ്യാപാര ജോലികളും ചെയ്ത് ഉപജീവിക്കുന്ന കൊട്ടാരക്കരയിൽ പുതിയ കാലത്തിന് അനുസൃതമായ തൊഴിൽ സംസ്കാരത്തിലേക്കും ജീവിത നിലവാരത്തിലേക്കും എത്തിക്കും എന്ന വാഗ്ദാനം പാഴ്വാക്കല്ലെന്ന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിലുള്ള സംസ്ഥാനത്തെ ഒരു IT വ്യവസായ ഹബ്ബായി കൊട്ടാരക്കരയെ മാറ്റാനുള്ള പദ്ധതികൾ KN ബാലഗോപാൽ ആവിഷ്കരിച്ചു. ലോകത്തിലെ പ്രധാനപ്പെട്ട IT സ്ഥാപനങ്ങളിൽ ഒന്നായ സോഹോ കോർപ്പറേഷന്റെ രാജ്യത്തെ 2ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ബാലഗോപാലിന്റെ അഭ്യർത്ഥന പ്രകാരം കൊട്ടാരക്കരയിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് 200ഓളം ആളുകൾ ജോലി ചെയ്യുന്ന സോഹോയുടെ IT പാർക്ക് കൊട്ടാരക്കര നെടുവത്തൂരിൽ പ്രവർത്തിക്കുകയാണ്. കൂടാതെ 1500ഓളം പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ IT പാർക്കിൻ്റെ നിർമ്മാണം കൊട്ടാരക്കര രവി നഗറിൽ ആരംഭിക്കുകയാണ്. ഇതിനായി 80 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായ വർക്ക് നിയർ ഹോം സെന്റർ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചതും കൊട്ടാരക്കരയിലാണ്. ഒരു മിനി IT പാർക്കിൻ്റെ സകല സൗകര്യങ്ങളുമുള്ള വർക്ക് നിയർ ഹോം സെന്ററിൽ 150ലധികം ആളുകൾക്ക് IT തൊഴിലുകൾ എടുക്കാൻ കഴിയുന്നു. ഇതിനു പുറമെ കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സോഹോയുടെ 40 പേർ തൊഴിലെടുക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, കുളക്കട അസാപ് സെന്ററിലെ ഇൻഡി വില്ലേജ് കമ്പനിയുടെ തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങി 2 വർഷത്തിനുള്ളിൽ 2000ഓളം ആളുകൾക്ക് IT അധിഷ്ഠിത തൊഴിലുകൾ എടുക്കാൻ കഴിയുന്ന ഒരു നഗരമാക്കി കൊട്ടാരക്കരയെ മാറ്റാൻ കഴിയും എന്നാണ് കരുതുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കൊട്ടാരക്കര എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക്കിനോട് ചേർന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെയും ചെന്നൈ IITയുടെയും സഹകരണത്തോടെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. കൊട്ടാരക്കരയുടെ ചിരകാല അഭിലാഷമായ ഒന്നായിരുന്നു നഗരത്തിൽ കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി പൊതുവികസന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത്. പ്രവർത്തനോദ്ദേശ്യം പൂർത്തിയാക്കിയെങ്കിലും ഇപ്പോഴും കൊട്ടാരക്കര നഗരത്തിൽ അനവധി ഏക്കറുകൾ കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കൈവശമുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് നാടിന് ഗുണപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ KN ബാലഗോപാലിന് കഴിഞ്ഞു. കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തുള്ള രവി നഗറിൽ IT പാർക്കിനും മുനിസിപ്പൽ ആസ്ഥാന മന്ദിരത്തിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം തിരുവനന്തപുരം നിശാഗന്ധി മാതൃകയിലുള്ള ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഇറിഗേഷൻ വകുപ്പിന് വിശ്രമ മന്ദിരവും അടുത്ത ഘട്ടത്തിൽ ഇവിടെ ഉയരും. കൊട്ടാരക്കരയുടെ വലിയ വികസനത്തിനുള്ള സ്ഥലം നഗരത്തോട് ചേർന്ന് തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. കൊട്ടാരക്കര നഗരത്തോട് ചേർന്ന് 2 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രദേശമാണ് ETC ക്യാമ്പസ് അഥവാ കില ക്യാമ്പസ് എന്നറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി കൃഷി, തദ്ദേശ സ്വയംഭരണം, റവന്യൂ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശത്തിൻ്റെ ഭൂമി സംബന്ധമായ കണക്കുകൾ വലിയ ഒരളവിൽ അജ്ഞാതമായിരുന്നു. ഈ ഭൂമി സർവേ ചെയ്യാൻ മന്ത്രി KN ബാലഗോപാൽ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. 110ലധികം ഏക്കർ ഭൂമി ഇവിടെ ഉണ്ട് എന്ന് സർവേ വിഭാഗം കണ്ടെത്തി. കില ബ്ലോക്ക് പഞ്ചായത്ത്, IHRD, നവോദയ, കൃഷി വകുപ്പ് എന്നിവ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യത്തിന് ഭൂമി നൽകിയാലും പല സ്ഥാപനങ്ങളും കൊണ്ടുവരാനും സ്ഥാപിക്കാനും കഴിയുന്നത്ര ഭൂമി ഇവിടെ ഉണ്ട് എന്ന് KN ബാലഗോപാൽ മനസ്സിലാക്കി. കൊട്ടാരക്കരയുടെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയും സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയും ചെയ്യുന്ന കൊട്ടാരക്കര സബ് ജയിൽ ETC ക്യാമ്പസിലേക്ക് മാറ്റി സ്ഥാപിക്കും. അതിനായുള്ള ഭൂമി ലഭ്യമായി കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ പുതുതായി സ്ഥാപിക്കുന്ന സയൻസ് മ്യൂസിയം, പ്ലാനറ്റേറിയം, കേരള സർവകലാശാലയുടെ റീജിയണൽ സെന്റർ, ആധുനിക സ്റ്റേഡിയം, ഹെലിപാഡ്, അഗ്രോ പാർക്ക് എന്നിവയ്ക്കായി ETC ക്യാമ്പസിൽ ഭൂമി കണ്ടെത്തിക്കഴിഞ്ഞു. ഈ സ്ഥാപനങ്ങളെല്ലാം അടുത്ത 3-4 വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൊട്ടാരക്കരയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി ETC ക്യാമ്പസ് മാറും. കൊട്ടാരക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും ആധുനിക മാർക്കറ്റ് എന്ന ആശയം KN ബാലഗോപാൽ ആവിഷ്കരിച്ചു. 5 വർഷത്തിനുള്ളിൽ പുത്തൂർ, നെടുമൺകാവ് മാർക്കറ്റുകൾ നാടിന് സമർപ്പിച്ചു. കൊട്ടാരക്കര, കലയപുരം മാർക്കറ്റുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്.
എഴുകോൺ മാർക്കറ്റിൻ്റെയും ഓഫീസ് കോംപ്ലക്സിൻ്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഏറ്റവും ശുചിത്വമുള്ളതും മികച്ച സൗകര്യങ്ങളുള്ളതുമായ മാർക്കറ്റുകൾ കൊട്ടാരക്കരയ്ക്ക് നവ്യമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. 10-20 വർഷക്കാലത്തിന് മുമ്പൊക്കെ ഈ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും വന്ന് കയറാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. നല്ലൊരു ചെരുപ്പിട്ട് പോലും കയറാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാർ MLA കൊട്ടാരക്കരയുടെ MLA ആയി മാറി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശേഷം ഞങ്ങൾക്ക് പണി തന്ന ഒരു വലിയൊരു കൊട്ടാരമാണ് ഈ മാർക്കറ്റ്. കൊട്ടാരക്കരയിൽ സർക്കാർ മേഖലയിൽ 3 സ്ക്രീനുകളുള്ള തിയേറ്റർ വരുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികൾക്കേറെ ആവേശകരമായി. കൊട്ടാരക്കര നെടുവത്തൂർ കിള്ളൂരിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി സിനി കോംപ്ലക്സ് സ്ഥാപിക്കപ്പെടുകയാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്റർ കോംപ്ലക്സിനോടൊപ്പം സാംസ്കാരിക നിലയവും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും ഉണ്ടാകും. കൊട്ടാരക്കരയുടെ ചരിത്രത്തെയും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെയും ധന്യമാക്കിയ ആർ ബാലകൃഷ്ണപിള്ള, വെളിയം ഭാർഗവൻ എന്നിവരുടെ സ്മാരക സ്ഥാപനങ്ങൾ വരികയാണ്. കൊട്ടാരക്കര ചന്തമുക്കിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ ഉയരുന്ന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെയും നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. വെളിയത്ത് വെളിയം ഭാർഗവന് സമുചിതമായ സ്മാരകം ഒരുങ്ങുകയാണ്. തീരദേശ വികസന കോർപ്പറേഷൻ സമർപ്പിച്ച രൂപരേഖ സർക്കാർ അംഗീകരിച്ചു. സ്മാരക പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. കൊട്ടാരക്കരയിൽ പുതുതായി അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. തുക 7.5 കോടി. കൊട്ടാരക്കര കോടതി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. തുക 12.9 കോടി രൂപ. കൊട്ടാരക്കരയിൽ ഇറിഗേഷൻ സമുച്ചയത്തിന് 5 കോടി പദ്ധതിക്കായി അനുമതിയായി. റൂറൽ SP ആസ്ഥാനത്ത് പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. 4 കോടി രൂപ ചെലവിൽ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടം പൂർത്തീകരിച്ചു. തുക 2.5 കോടി രൂപ. എഴുകോൺ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടം പൂർത്തീകരണത്തിലേക്ക്. തുക 1.5 കോടി രൂപ. പ്രിൻസിപ്പൽ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. തുക 1.8 കോടി രൂപ. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രം നിർമ്മാണം. തുക 1.19 കോടി രൂപ. കൊട്ടാരക്കര ഫയർ സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 കോടി. എഴുകോൺ പോളിടെക്നിക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2 കോടി. വെളിയം പ്രിയാഭവന് പുതിയ കെട്ടിടം 2 കോടി. വാളകത്ത് പുതിയ പോലീസ് എയ്ഡ് പോസ്റ്റിന് 1 കോടി. കുളക്കട വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് 2 കോടി. വെളിയം ജംഗ്ഷൻ വികസനത്തിന് 5 കോടി. എഴുകോൺ ജംഗ്ഷൻ വികസനം 5 കോടി. കൊട്ടാരക്കര പ്രസ് ക്ലബ്ബ് കെട്ടിട നിർമ്മാണത്തിന് 20 ലക്ഷം. കൊട്ടാരക്കര തമ്പുരാൻ കഥകളി പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. കരാറുകാരൻ ടെൻഡർ ഏറ്റെടുത്തു. നിലവിലുള്ള കെട്ടിടം പൊളിച്ചാലുടൻ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. കൊട്ടാരക്കര മണ്ഡലത്തിലെ റോഡുകളും പാലങ്ങളും വിസ്മയകരമായ മികവിലേക്ക് മാറി 5 വർഷങ്ങളാണ് കടന്നുപോയത്. 11 പാലങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ടത്. അതിൽ 4 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. 4 പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ബാക്കിയുള്ളവയുടെ അനുമതികൾ ലഭ്യമായി വരുന്നു. റോഡ് വികസനത്തിന് കൊട്ടാരക്കര മണ്ഡലത്തിൽ 5 വർഷം നീക്കിവെച്ചത് 300 കോടി രൂപയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം റോഡുകളും BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. PWD റോഡുകൾക്ക് പുറമെ ഗ്രാമീണ റോഡുകളും പഞ്ചായത്ത് റോഡുകളും ഉൾപ്പെടെ 150-ലധികം റോഡുകളാണ് മികച്ചതാക്കിയത്. കൊട്ടാരക്കരയിലെ ടൂറിസം രംഗത്ത് 5 വർഷക്കാലം കൊണ്ട് വലിയ ഉണർവുണ്ടാക്കാൻ സാധിച്ചു. മുട്ടറ മരുതിമലയിൽ 3.5 കോടി രൂപയുടെ ടൂറിസം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു.
മണ്ഡലത്തിലെ വിവിധ പാറകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ മീൻപിടിപ്പാറയെ സംസ്ഥാനത്ത് പുതുതായി പ്രഖ്യാപിച്ച ജൈവ വൈവിധ്യ ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാക്കി. മഹാത്മാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ മുസാവരി ബംഗ്ലാവ് മഹാത്മജി സ്മാരകവും റഫറൻസ് ലൈബ്രറിയുമായി മാറ്റുന്നതിനുള്ള പദ്ധതി പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 2 കോടി രൂപ അനുവദിച്ചു. കൊട്ടാരക്കരയിലെ വികസന പദ്ധതികൾ പൂർണ്ണമായും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടയാളപ്പെടുത്തുക സാധ്യമല്ല. സമസ്ത മണ്ഡലങ്ങളിലും സർക്കാരിന്റെ വികസന നേട്ടങ്ങളെത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ 3128 പേർക്ക് 6.24 കോടി രൂപ അനുവദിച്ചു. പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 526 പേർക്ക് 1.25 കോടി രൂപ അനുവദിച്ചു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 425 കുടുംബങ്ങളെയും അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ കൊട്ടാരക്കര മണ്ഡലത്തിൽ 3513 വീടുകൾ വെച്ച് നൽകി. 1470 വീടുകളുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകും. 4983 വീടുകളുടെ നിർമ്മാണത്തിനുള്ള കരാർ വെച്ചിട്ടുമുണ്ട്. കൊട്ടാരക്കരയിലെ വായനശാലകൾക്ക് കെട്ടിടങ്ങളും പുസ്തകങ്ങളും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചു. കൊട്ടാരക്കര കില ക്യാമ്പസിൽ ഡോക്ടർ BR അംബേദ്കർ അക്കാഡമിക് ചെയർ സ്ഥാപിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം, അംബേദ്കർ പഠന ഗവേഷണം എന്നിവയ്ക്കുള്ള റഫറൻസ് സെന്റർ എന്ന നിലയിലാകും ചെയർ പ്രവർത്തിക്കുക. ഗ്രാമീണ ദീർഘദൂര KSRTC ബസ് സർവീസുകൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അനുവദിക്കുകയുണ്ടായി. 25ഓളം പുതിയ ബസ് സർവീസുകളാണ് കൊട്ടാരക്കര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ KN ബാലഗോപാലിന്റെ ആവശ്യപ്രകാരം ഗതാഗത വകുപ്പ് അനുവദിച്ചത്. മിനിസ്റ്റർ ബാലഗോപാലൻ സാർ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി കുറേ ബസ് കിട്ടും. ഇനി ഒരു 10ഓളം മിനി ബസ്സുകൾ വരാനുണ്ട്. അപ്പോൾ ഇതിട്ടപ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിയിലൊന്നും വേറെ ബസ്സില്ല, പ്രൈവറ്റ് ബസ്സില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലുമ്പോൾ ബസ്സിന് നിറച്ച ആളാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എല്ലാ മേഖലയിലും ഗുണകരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. KN ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ കാലം കഠിനമായിരുന്നു. നിസ്സഹകരണത്തിന്റെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ പകച്ചു പോകാതെ കേരളത്തിന്റെ ഖജനാവിനെ കാത്തുസൂക്ഷിച്ചു അദ്ദേഹം. ഒരു പോരാളിയായി വികസനത്തെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും ചേർത്തു പിടിച്ചു. ശമ്പളം മുടങ്ങാതെ, കറണ്ട് കട്ടില്ലാതെ ധനകാര്യം സുരക്ഷിതമായിരുന്നു. രാജ്യത്തെ ആദ്യ മദർ പോർട്ട് വിഴിഞ്ഞത്ത് സ്ഥാപിതമായി. 1,10,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി വഴി ധനലഭ്യത ഉറപ്പാക്കി. രാജ്യത്ത് ആദ്യമായി 1,00,000 കോടി ബിസിനസ് നേടിയ MNBC ആയി KSFE മാറ്റി. ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുമ്പോഴും അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി. കൊട്ടാരക്കര ആഗ്രഹിച്ചത് LDF സർക്കാർ സാധ്യമാക്കിയെന്ന് ബാലഗോപാൽ എപ്പോഴും പറയും. നൽകിയ വാക്കുകളും ഉറപ്പുകളും പാലിക്കപ്പെട്ടതിനാൽ കൊട്ടാരക്കര പറയുന്നു, ബാലഗോപാലാണ്, വിശ്വസിക്കാം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കേരളത്തിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നിന്നും എന്നെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം കൊട്ടാരക്കരയിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുക, കേരളത്തിൻ്റെ പൊതുവായ പുരോഗതി ഉറപ്പാക്കുവാൻ MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വഴി ധാരാളം നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടിലെ ഓരോരുത്തർക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. കൊട്ടാരക്കരയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും സാധാരണ കുഞ്ഞുങ്ങൾ മുതൽ അവരുടെ വിദ്യാഭ്യാസ സൗകര്യം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് സാധ്യതപ്രായമാക്കാൻ കഴിയും. ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ, നല്ല റോഡുകൾ, പുതിയ ഫാക്ടറികൾ, ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം
ജനങ്ങളുടെ ആകെ താല്പര്യത്തിനൊപ്പം നിന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. സർവോപരി കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് അതീതമായി എല്ലാവരുടെയും ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസവും MLA എന്ന നിലയിൽ എനിക്കുണ്ട്. കൊട്ടാരക്കരയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. കേരളത്തിൽ എവിടെ പോയാലും കൊട്ടാരക്കരയുടെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്നും ശക്തമായ നിലപാടുകളോടെ നിൽക്കുന്ന ഒരാളാണ് എന്ന് ഉറപ്പാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും സാധാരണക്കാർക്ക് എത്തിക്കുന്ന ക്ഷേമ പെൻഷൻ മുതൽ എല്ലാ മേഖലയിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും സ്കീം വർക്കേഴ്സിനും തൊഴിലാളികൾക്കും ഓരോ മേഖലയിലും അവരുടെ കാര്യങ്ങൾ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ എത്തിക്കുവാൻ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് വിശിഷ്യ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ അഭിമാനം സംരക്ഷിക്കുവാൻ, കൊട്ടാരക്കരയുടെ വികസനം കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് അഭിമാനത്തോടെയും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കേരളം മുന്നോട്ട്, കൊട്ടാരക്കര അതിശക്തമായിട്ട് അതിവേഗം മുന്നോട്ട് എന്ന ആഗ്രഹത്തോടു കൂടി വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എല്ലാ തരത്തിലും ഉണ്ടാകണം, എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുറ്റിക അരുവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു.